മുഖ്യമന്ത്രി ഇന്നലെ വിളിച്ചു ചേർത്ത മന്ത്രിമാരുടെ പ്രത്യേക യോഗത്തിലാണ് സംസ്ഥാനത്ത് 110 സീറ്റ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഒരു കർമ്മ പദ്ധതി അവതരിപ്പിച്ചത്. 3.5 മണിക്കൂർ നീണ്ട യോഗത്തിൽ മുഴുവൻ സമയം മുഖ്യമന്ത്രി പങ്കെടുത്തു. മന്ത്രിമാർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു. അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് അവതരിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരുത്താനും തയ്യാറായി. അത്തരത്തിൽ ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഒരു പ്രത്യേക പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. ഈ പ്രചരണത്തിൻ്റെ തന്ത്രം എന്ന നിലയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം വികസനത്തിനൊപ്പം രാഷ്ട്രീയവും പറയണമെന്നാണ്. അതായത് വികസന കാര്യങ്ങളിൽ ഊന്നി മാത്രമാകരുത് പ്രചരണം, മറിച്ച് LDFിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണം. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കും പ്രചരണത്തിൻ്റെ മുഖ്യ ഘടകം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു രീതി അവലംബിക്കുന്നതിൽ കാര്യമായ പോരായ്മകളുണ്ടായി എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മാറ്റം വരുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പിലാക്കാനുള്ള തീരുമാനവുമുണ്ട്. അതായത് സാമുദായിക സംഘടനകളെ പിന്തുണ ആർജിക്കുക മാത്രമല്ല, മറിച്ച് ഈ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലെ ഗുണഭോക്താക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രചരണ പരിപാടികൾ ആരംഭിക്കും. കാരണം ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടും ഈ സ്ത്രീകളുടെ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുമൊക്കെ ധാരാളം ആളുകൾക്ക് വ്യക്തിഗതമായ ഇത്തരം ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെ ലക്ഷ്യം വെച്ചുള്ള പ്രത്യേക പ്രചരണ പരിപാടിയും അവരെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗും നടക്കും. നേരിയ മാർജിനിൽ പരാജയങ്ങൾ നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടൽ ഗുണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്ന കാര്യം. ഇതോടൊപ്പം തന്നെ പ്രചരണ രംഗത്ത് പുതിയ സാങ്കേതികവിദ്യ പരമാവധി ഉപയോഗിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ ടീമിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തും. പാർട്ടിയുടെയും മുന്നണിയുടെയും സോഷ്യൽ മീഡിയ സംവിധാനത്തിനപ്പുറത്തേക്ക് പ്രൊഫഷണൽ സംവിധാനത്തിൻ്റെ സഹായം കൂടി തേടാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായിട്ടുള്ള മാർഗങ്ങളുടെ ഭാഗമായി PRDയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും. PRDയുടെ ഇത്തരം പ്രചരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു മന്ത്രിസഭ ഉപസമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഇന്നലെ മന്ത്രിമാരെ അറിയിച്ചിട്ടുണ്ട്.